വി ശിവൻകുട്ടിയെ പോലെ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയെ ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പഠിക്കേണ്ട ഗതികേട് നമുക്ക് കുട്ടികൾക്കുണ്ടായി പോയി എന്ന് പറയുന്നതിന് വർത്തമാനകാലത്ത് കാര്യമായ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹം മാനേജ് ചെയ്യുന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു മന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ വിഭാവന ശേഷിയുള്ള ഒരാളായിരിക്കണം, അയാൾ സാങ്കേതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തുമാത്രം കാഴ്ചപ്പാടുള്ള ആളായിരിക്കണം, എന്തുമാത്രം എംപതി ഉള്ള ആളായിരിക്കണം, എന്തുമാത്രം സഹാനുഭൂതിയുള്ള ആളായിരിക്കണം, എന്തുമാത്രം വിദ്യാർത്ഥികളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആളായിരിക്കണം. ഇതൊക്കെ പ്രധാനമാണെന്നിരിക്കെ ആ ഏരിയയെല്ലാം നന്നായി കവർ ചെയ്യുന്ന ആളാണ് വി ശിവൻകുട്ടി എന്നാണ് നമ്മുടെ സമീപകാലത്തെ അനുഭവം നമ്മൾ കാണണം. വി ശിവൻകുട്ടി ഒരു മോശം വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് പഠിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ആക്ഷേപത്തിന്റെ കഥ എന്താണ്? മറ്റേവർ മാറ്റിവെച്ചാൽ, ഇവൻ എന്ന വിളി മാറ്റിവെച്ചാൽ വി ശിവൻകുട്ടിയുടെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുര്യോഗം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ സമയത്ത് കിട്ടാതിരിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വിവേചനം അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കലോത്സവങ്ങളോ മറ്റ് കായികോത്സവങ്ങളോ ശരിയാവണ്ണം നടപ്പിലാക്കപ്പെടാതിരിക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നില്ല. ഓഫ് കോഴ്സ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വകുപ്പിനെ കുറിച്ചും സകലമാന വകുപ്പിനെ കുറിച്ചും എപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറെ ഏരിയാസ് കാണും. അത് എല്ലായിടത്തും ഉണ്ട്. അതില്ലാത്ത ഒന്നുമില്ല. അതില്ലാത്ത ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഒന്നിലും പെർഫെക്ഷൻ എന്നൊരു സംഗതിയില്ല. അതിനപ്പുറം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി നന്നായി പെർഫോം ചെയ്യുന്നതാണ് എന്റെ വിചാരം. അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാനൊരു പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് എനിക്ക് റെസ്പെക്ട് ആണ്. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കണമെന്ന നിലപാട് അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതാണ് വി ശിവൻകുട്ടി. ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. എന്റെ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട, എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കിട്ടുന്ന തരത്തിലുള്ള ക്ലാസ് റൂമുകൾ വേണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിയാണ് അദ്ദേഹം. നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ ഗാനങ്ങൾ ചൊല്ലുമ്പോൾ അത് സെക്കുലർ ആയിരിക്കണം എന്ന നിർദ്ദേശം കൊടുത്ത ആളാണ് വി ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് മോശക്കാരനാവുക? അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ് റൂമുകൾ മെച്ചപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ അദ്ദേഹം എപ്പോഴും കരുതുന്നു. കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തെ കുഞ്ഞുങ്ങൾ അപ്പൂപ്പ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ കാണുന്നു ഓരോ വിവാദ സന്ദർഭത്തിലും. ഇപ്പൊ ഏറ്റവും അവസാനം നോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വി ശിവൻകുട്ടി സ്വീകരിച്ച നിലപാടാണ്. ശരിയാണ്, ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് കടും പിടുത്തത്തിൽ പിടിച്ച ആ സ്കൂളിനെ എന്താ പറയുന്നത് വരച്ചവരയിൽ കൊണ്ടുവന്ന് തീരുമാനം നടപ്പിലാക്കുന്നതിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഏറ്റവും അവസാനവും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പൊതുവിടങ്ങളിൽ നിന്ന് കുട്ടികൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ പാടില്ല, കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എല്ലാവർക്കും കുഞ്ഞുങ്ങളെന്ന ഐഡന്റിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിലപാട് അവസാനം വരെ അദ്ദേഹം സ്വീകരിച്ചല്ലോ. ഇപ്പൊ ഈ വിമർശിക്കുന്ന വി ഡി സതീശന്റെ ഏറ്റവും സ്ട്രോങ് ഡിസൈപ്പിൾ ആയിട്ടുള്ള അടുത്ത് നിൽക്കുന്നതാണ് ഷിയാസ് മുഹമ്മദ് ഷിയാസ്, കൊച്ചിയിലെ DC പ്രസിഡന്റ് എറണാകുളത്തെ. ഷിയാസും ഹൈബീഡിനെ കുടിച്ചത് എന്താണ്? ആ സ്കൂളിൽ പോയി ഹിജാബ് ഇട്ട് വന്ന കുഞ്ഞിനെ ആ സ്കൂളിൽ നിന്ന് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഹിജാബ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ആ പിതാവിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സന്ധി ഉണ്ടാക്കാനാണ് ഈ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ശ്രമിച്ചതെന്ന് കാണുക. വി ശിവൻകുട്ടി അതായത് വി ശിവൻകുട്ടി ഏറ്റവും അവസാനം ഒരു ഹിജാബ് ഇട്ട കുട്ടിയെ അടുത്ത് നിർത്തിയിട്ട് അവർ ഒഴിവാക്കപ്പെടേണ്ടവരല്ല എന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിച്ച ആളാണ് ശിവൻകുട്ടി. മോശക്കാരനാണ് ശിവൻകുട്ടി. എങ്ങനെ മോശക്കാരൻ? അദ്ദേഹം ഈ സമീപത്ത് കുഞ്ഞുങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തിയിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. കലാമേളകളും കായികമേളകളും ഏറ്റവും അവസാനം നടന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ സ്കൂൾ കലാമേള, അതിനെന്തെങ്കിലും പരാതിയോ പരിഭവം നമ്മൾ കേട്ടു? അപ്പൊ ഏറ്റവും നന്നായി റൺ ചെയ്യുന്നു. ഒപ്പം ഒരു അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹം വൃത്തിയായിട്ട് മാനേജ് ചെയ്യുന്നതാണ്. സതീശൻ പറഞ്ഞ പഴയ ഏർപ്പാട് വെച്ചിട്ട് ഇപ്പോഴും മന്ത്രിയുടെ പെർഫോമൻസ് അസസ് ചെയ്യാമെങ്കിൽ സതീശൻ പറഞ്ഞ സകലമാന സെക്കുലർ വർത്തമാനത്തെയും പഴയ വിളക്ക് കൊടുത്ത വിവാദവുമായി ചേർത്ത് വെച്ച് അസസ് ചെയ്യാൻ പറ്റും നിലയെടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. അനുയായികളുടെ കയ്യടി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടും. ദിവ്യ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ ഹാർഡ് കോർ അനുയായികൾക്ക് പുറത്തുള്ള മനുഷ്യന്മാർ നമ്മളെ കൈയടിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നേട്ടം. ഇത് ഇവരെപ്പോഴും കൈയടിക്കാൻ കാണും. ഇവർക്ക് പുറത്തുള്ള മനുഷ്യന്മാരെ കൊണ്ട് കൈയടിപ്പിക്കലാണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ എതിരാളി ആയിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ പ്രായത്തെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യേണ്ടതുമാണ്. പക്ഷേ അയാളുടെ ക്വാളിറ്റി അസസ്മെന്റിൽ നിങ്ങൾ മെറിറ്റോറിയസ് ആയിരിക്കണം, ജെന്യൂൻ ആയിരിക്കണം. അല്ല വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതാണ് ഞാൻ പറയുക. ഇങ്ങനെ വിളിച്ച് പറയുന്ന ഒരുത്തനായിരുന്നു ജയിലിൽ കിടക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര്. ഈ വർത്താനം കൊണ്ടായിരുന്നു കളി മുഴുവൻ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പണി എടുത്തിട്ടില്ല. എടുത്ത പണി എന്താണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് ജയിലിൽ കിടക്കുകയാണ്. ജനങ്ങൾക്ക് അയാളുടെ അവമതിപ്പ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വർത്തമാനം പറയുന്നത് സൂക്ഷ്മത കുറവും ക്വാളിറ്റി ഇല്ലായ്മയും ഒരു ഹെൽത്തി ഭാഷയിൽ സംസാരിക്കാത്തതാണ്. പക്ഷേ മനുഷ്യന്മാർ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്വാളിറ്റിയാണ്. വി ശിവൻകുട്ടി ചെയ്തത് ക്വാളിറ്റി ഇല്ലാത്ത കാര്യമാണ് ചരിത്രത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ വിമർശിക്കാൻ നിങ്ങൾ ക്വാളിറ്റിയുള്ള വാക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം ചോദിച്ചാൽ ഇവൻ എന്നൊക്കെ മന്ത്രിയെ വിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കുഞ്ഞുങ്ങളും കാണുന്നത്. കുഞ്ഞുങ്ങളോട് പറയാനുള്ള പഴയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ അതേ കുഞ്ഞുങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രിയെ ഇവൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണോ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്? ഡിസേർവ് ചെയ്യുന്നു അല്ല. എല്ലാ പൊളിറ്റീഷ്യൻസും നല്ല ഭാഷ, ആരോഗ്യകരമായ ഭാഷ സംസാരിക്കട്ടെ. അതുകൊണ്ട് സതീശന്റെ ഈ നിലയ്ക്കുള്ള ഒരു സമീപനം ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയാത്തതാണെന്നുള്ള കണ്ടാണ് എനിക്കുള്ളത്.